ഷഫീർ ചുരുക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് പുകഴ്ത്ത് പാട്ടുകൾ ഇഷ്ടമില്ലാത്തത് ആർക്കാണ് എന്നുള്ള ചോദ്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കും മറുപടി പറയാനാണ്. പക്ഷേ ഈ സ്പെസിഫിക് പാട്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെ ഒരു പാട്ട് എന്നെ കുറിച്ചാണെങ്കിൽ ഞാൻ അത് കേൾക്കാൻ നിൽക്കില്ല, ഓടിപ്പോകും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഈ സ്തുതിഗീതങ്ങളിൽ നിന്നും പുകഴ്ത്തലിൽ നിന്നും മാറി നടക്കുന്നവരാണോ കോൺഗ്രസ്സുകാർ? ശ്രീ BRM ഷഫീർ, നിങ്ങൾ ഈ ജനാധിപത്യ പാർട്ടികളെയും വിപ്ലവ പാർട്ടികളെയും രണ്ടായി കാണണം എന്നുള്ളതാണ് ആദ്യം ഇതിനെ ആങ്കറിനോട് പറയേണ്ടത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ജനാധിപത്യ പാർട്ടി, എന്താണ് വിപ്ലവ പാർട്ടി, എന്താണ് കേഡർ, എന്താണ് ഒരു നേതാവ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ചോദ്യം നിങ്ങൾ ഇപ്പൊ എന്നോട് ഇത് ചോദിക്കത്തില്ല. എനിക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയത് താങ്കൾ ഈ പറയുന്ന മറുപടി VD സതീശന് കൂടി ബാധകമാകും. എനിക്കിപ്പോ താങ്കൾ പറഞ്ഞ മറുപടി VD സതീശന് കൂടി ബാധകമാകും. അദ്ദേഹം വിചാരിക്കുന്നത് താങ്കളുടെ പാർട്ടി അപ്പോൾ ഏതോ വിപ്ലവ പാർട്ടിയും കേഡർ പാർട്ടിയാണെന്നായിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിത് കേൾക്കാൻ നിൽക്കില്ല, ഓടിപ്പോകുന്നു. അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അഡിറ്റ് ചെയ്തോ, അതിലൊന്നും എനിക്ക് പരാതിയില്ല. ഞാൻ എന്റെ പോയിന്റിലേക്ക് വരട്ടെ. നിങ്ങൾ ഇതിനെ വെറുതെ ഇടുന്ന് ഒരു മിനിറ്റ് ആകുമ്പോഴേ ചാടി കുത്തുന്നതിനാ? ഞാനത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. ആദ്യം ഞാൻ 15-20 മിനിറ്റ് ഇവിടെ ഇരിക്കല്ലേ, കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ. ഞാൻ അത് വഴിയെ കയറി ഒന്ന് നിരീക്ഷിക്കാൻ വന്നതല്ലോ. ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ. ഞാൻ മൂന്നാമത് സംസാരിക്കാൻ വന്ന ആളല്ലേ. ഇപ്പൊ ഇതിനകത്ത് ഒരല്പസമയം എനിക്കിതാ ഒരു പോയിന്റ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോ പിന്നെ നേതാക്കന്മാരെ പുകഴ്ത്തുന്നത് അത് ജനാധിപത്യ പാർട്ടികൾ എങ്ങനെയാണ്, വിപ്ലവ പാർട്ടികൾ എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ചെല്ലാം കേരളത്തിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. യഥാർത്ഥത്തിൽ ഈ പാട്ട് എഴുതിയ ഈ ചിത്രസേനൻ, അങ്ങനെയല്ലേ സാറേ? ചിത്രസേനൻ അതീവ ബുദ്ധിമാനാണ്. ചിത്രസേനൻ പാട്ട് എഴുതിയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു മുദ്രാവാക്യം ഇത്രയേ ഉള്ളൂ. അത് വിപ്ലവഗാനമൊന്നുമല്ല. ദീപസ്തംഭം മഹാചര്യം, നമുക്കും കിട്ടണം പണം. അദ്ദേഹം ഇന്നിപ്പോ ഈ പാട്ട് എഴുതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ രക്ഷകനെ കുറിച്ച് ഞാൻ ഒരു വിപ്ലവ പാട്ട് എഴുതി. എന്താ കുഴപ്പം? എന്താ രക്ഷകൻ എന്ന് അദ്ദേഹത്തെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്താണ്? ഒരു നേതാവെന്ന പരിപ്രേക്ഷത്തിനും അപ്പുറത്താണ് അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ രക്ഷകൻ ആയി അവതരിപ്പിക്കേണ്ടി വന്നത്. എന്താണ് രക്ഷകൻ? 22 കൊല്ലം സർവീസിൽ ജോലി ചെയ്തു ചിത്രസേനൻ. അദ്ദേഹത്തിന്റെ ജോലി ക്ലറിക്കൽ അസിസ്റ്റന്റ് ആയിട്ടാണ് വിരമിച്ചത്. അഥവാ 22 കൊല്ലത്തെ ഗവൺമെന്റ് സേവനത്തിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വിരമിച്ചു പോയ ചിത്രസേനൻ 22 കൊല്ലത്തെ പെൻഷൻ അദ്ദേഹത്തിന് എന്തായാലും കിട്ടും. ആ പെൻഷനും വാങ്ങിയിട്ട് പാട്ടുമൊക്കെ എഴുതി വീട്ടിൽ ഇരിക്കേണ്ടതിന് പകരം ചിത്രസേനന് ജനങ്ങളെ സേവിച്ച് മതിയായില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അതീവ ബുദ്ധിമാനായ കവിയായ ചിത്രസേനൻ ഈ ക്ലറിക്കൽ പോസ്റ്റിൽ നിന്ന് വിരമിക്കുന്നത് ഈ കഴിഞ്ഞ 25-ാം തീയതിയാണ്. ഏപ്രിൽ മാസം 25-ാം തീയതി. 25-ാം തീയതി വിരമിക്കുന്ന ചിത്രസേനൻ 25-ാം തീയതി വിരമിച്ചതിന് ശേഷം ഒരു കത്തെഴുതുകയാണ്, എനിക്ക് പെൻഷൻ കൊണ്ട് എനിക്ക് ജീവിക്കാൻ തികയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ കവിക്ക് 22 കൊല്ലത്തെ പെൻഷൻ കൊണ്ട് എനിക്ക് ജീവിക്കാൻ മതിയാകുകയില്ല, അതുകൊണ്ട് എനിക്ക് പുനർനിയമനം നൽകണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയാണ്. അദ്ദേഹം വിരമിച്ച തീയതി 25-ാം തീയതി. ഇദ്ദേഹത്തിന് സ്പെഷ്യൽ നോട്ട് വഴി അദ്ദേഹത്തിന് പുനർനിയമനം നൽകിയത്, അഥവാ ക്ലറിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് പുനർനിയമനം നൽകിയിരിക്കുന്നത്, സ്പെഷ്യൽ മെസ്സഞ്ചർ ആയിട്ട് പുനർനിയമനം നൽകിയിരിക്കുന്നത് 24-ാം തീയതി. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വിരമിച്ചതിന് ശേഷം നിയമിക്കുകയായിരുന്നില്ല. 25-ാം തീയതി വിരമിക്കുന്നവരെ 24-ാം തീയതി റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പാട്ടിന്റെ ആഴം, പാട്ടെന്തോ പറഞ്ഞോട്ടെ, കഴുകനെന്നോ കൊടുങ്കാറ്റെന്നോ കരിഞ്ഞു പോകുന്നോ പിന്നെ കുതിരയാണെന്നോ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് പാടാം. ഇവിടുത്തെ ഞങ്ങളുടെ കൺസേൺ ഇങ്ങനെയാണ്. ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരളത്തിൽ, ആ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു ചിത്രസേനൻ 25-ാം തീയതി വിരമിക്കവേ, 25-ാം തീയതി വിരമിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ചിത്രസേനന് 24-ാം തീയതി അദ്ദേഹത്തിന് സ്പെഷ്യൽ മെസ്സഞ്ചർ ആയിട്ട് ജോലി കൊടുക്കുന്നു. അതെങ്ങനെ ശരിയാവുക? വിരമിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ ജോലി കൊടുക്കുക? അതിലെന്തായിരുന്നു അദ്ദേഹത്തിന് എന്തായിരുന്നു താല്പര്യം? ആ താല്പര്യം ചെലുത്തുന്നത് സെക്രട്ടേറിയറ്റിലെ പിണറായി വിജയനുമായിട്ട് അടുപ്പമുള്ള ഒരു ഉന്നതനായ ഇടതുപക്ഷത്തിന്റെ നേതാവിനാണ്. അവിടെ അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നോട്ട് ഞാൻ എടുത്ത് വായിച്ചു. പുനർനിയമനം നൽകേണ്ടവരുടെ ഒരു പട്ടിക ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന മാന്യനായ അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ചറിയാം. പുനർനിയമനം നൽകേണ്ടവരുടെ പട്ടിക സെക്രട്ടേറിയറ്റിലുണ്ട്. അതിൽ നിന്ന് നിയമിക്കാൻ പാടുള്ളൂ എന്ന സർക്കുലറും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവുകളും പലതും മുമ്പിലിരിക്കവേ, പുനർനിയമനം കൊടുക്കേണ്ടി വന്നാൽ ആദ്യം കൊടുക്കേണ്ട ശ്രീകണ്ഠൻ നായരെ വെട്ടി, ഫസ്റ്റ് പേരുകാരനായ ശ്രീകണ്ഠൻ നായരെ വെട്ടി മാറ്റിയിട്ട് പിന്നെ വിരിഞ്ഞു മാറിൽ പറക്കുന്ന ചെങ്കരലാണ് ഞങ്ങളുടെ പിണറായി എന്ന പാട്ടെഴുതുന്ന ചിത്രസേനനെ വിരമിക്കുന്നതിന്റെ തലേ ദിവസം ജോലി കൊടുക്കുന്ന ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ് ദീപസ്തംഭം മഹാചര്യം, ഞങ്ങൾക്കും കിട്ടണം
പണം എന്നുള്ള നിലപാട്. നാണമുണ്ട് അവർക്ക്. ഞാൻ എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു. അദ്ദേഹം പറയാണ്, PSC-യിൽ ജോലി കിട്ടി, തസ്തിക ഇല്ല എന്ന് പറഞ്ഞ് ജോലി കൊടുക്കാതെ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടി, തസ്തിക ഇല്ല എന്ന് പറഞ്ഞ് 39 മാസക്കാലത്തോളം ജോലിക്ക് പ്രവേശിപ്പിക്കാതെ പുറത്തു നിർത്തുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുള്ള നാട്ടിൽ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നോട്ട് എഴുതി നിയമിക്കേണ്ടി വന്നാൽ പുനർനിയമനം കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കവേ അതിലെ ഏറ്റവും അർഹരായ ഒന്നാമത്തെ പേരുകാരൻ ശ്രീകണ്ഠൻ നായരെ ദുർദയം വെട്ടിമാറ്റി ഈ പാട്ടെഴുത്തുകാരനെ അദ്ദേഹം വിരമിക്കുന്നതിന്റെ തലേ ദിവസം കത്തുകൊടുത്ത് തലേ ദിവസം ഓർഡറാക്കുന്ന ഈ മിന്നൽ വേഗ പ്രയോഗത്തിന്റെ പേര് അഴിമതി എന്നാണ്. ഇവിടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ മാന്യനായ നേതാവ് കൂടി ഇരിപ്പുണ്ട്. ഞാൻ അവർക്ക് ഈ പാട്ട് പാടുന്നതിനൊന്നും ഞാനെതിരൊന്നുമല്ല. അവർക്ക് ആർക്കുണ്ടെങ്കിലും പാടാം, കാരണം പാടാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പണ്ട് കണ്ണേ കരളെ VSA എന്ന് പറഞ്ഞപ്പോഴാണ് ഏതോ ഒരു കുടിയൻ ഒരു ജില്ലാ സമ്മേളനത്തിൽ കോട്ടയത്ത് കണ്ണേ കരളെ VSA എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ തമ്പുരാന്റെ നൃത്ത ചുവടുകളും ചവിട്ട് നാടകവും കേരളം കണ്ടതാണ്. P. ജയരാജൻ, സഖാവ് പിണറായിയുടെ സ്വന്തം നാട്ടിലെ P. ജയരാജൻ അദ്ദേഹത്തിനെ കുറിച്ച് ഈ അമ്പാടി ബുക്ക് സഖാക്കൾ എന്ന് പറയുന്ന പേജിലൂടെ കനലാണ് കനലാണ് ജയരാജൻ, ഞങ്ങളുടെ ജയരാജൻ എന്ന് പറഞ്ഞൊരു പാട്ട് ആഡിയോ പുറത്തു വന്നു. പിറ്റേ ദിവസം താക്കീതിന് നേതൃത്വം കൊടുത്ത നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ഒരു പത്രസമ്മേളനം തുടർച്ചയായിട്ട് നടത്തിയപ്പോ ടീച്ചറമ്മയുടെ പത്രസമ്മേളനം വല്ലാതെ മുന്നോട്ട് പോകുന്നു, ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെ തെരഞ്ഞുപിടിച്ച് ഇല്ലായ്മ ചെയ്ത് കണ്ണൂരിലെ ശൈലജ ടീച്ചർ ഒതുക്കിയ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. 18 കൊല്ലക്കാലം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് VS അച്യുതാനന്ദനെ നിങ്ങൾക്കറിയോ? അങ്ങനെയാണ് നമ്മുടെ ഈ ശംഖുമുഖം കടപ്പുറത്ത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തിരയും ബക്കറ്റിൽ കോരിയ വെള്ളവും എന്നൊക്കെ വരുന്നത് പാർട്ടിയോടെ വാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുന്ന നേതാവിനെ കുറിച്ചുള്ളതാണ്. VS-നെ ഒതുക്കിയ, സുരേഷ് കുറുപ്പിനെ അകാല വാർദ്ധക്യത്തിന്റെ പേരിൽ വീട്ടിലിരുത്തുക, 75 വയസ്സ് കഴിഞ്ഞിട്ടും വിരമിക്കാത്ത പിണറായി വിജയൻ ജയരാജനെ ഒതുക്കാൻ വ്യക്തിപൂജ എടുക്കും, വ്യക്തി സ്വാധീനം എടുക്കും, പാട്ടെടുക്കും, ഒതുക്കും. സുരേഷ് കുറുപ്പിനെ ഒതുക്കി വീട്ടിയിരുത്തും. വന്ധ്യവയോധികരാണെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് പിരപ്പൻകോട് മുരളിയെ, പാട്ടെഴുത്തുകാരൻ കൂടിയായിട്ടുള്ള പിരപ്പൻകോട് മുരളിയെ വീട്ടിലിരുത്തും. നിങ്ങൾക്കറിയോ, P. ജയരാജനെ എല്ലാ അർത്ഥത്തിലും പാട്ടെഴുത്തുകാരനും അല്ലെങ്കിൽ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വ്യക്തിപൂജയെ പ്രോത്സാഹിപ്പിക്കുന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തും. VS-നെ ആളുകൾ കേൾക്കവേ വിമർശിക്കും, അദ്ദേഹത്തെ ഒതുക്കും. പക്ഷേ എന്നെ ആർക്ക് വേണമെങ്കിലും കാരണഭൂതൻ എന്ന് വിളിക്കാം. ഈ ഐഡന്റിറ്റി. അപ്പൊ നിങ്ങൾ ഇനി രണ്ടാമത് ചോദിച്ചു, കോൺഗ്രസിൽ വ്യക്തിപൂജകളില്ലേ? ശരിയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കോൺഗ്രസിന്റെ വ്യക്തിപൂജയായി പറയപ്പെട്ട ഒരു വാചകം ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ, DK ബർമയുടെ ഒരു മുദ്രാവാക്യമാണ്. അന്ന് സഖാവ് VS പറഞ്ഞൊരു വാചകമുണ്ട്. ഇന്നത്തെ നിങ്ങളുടെ ഗാലറിയിൽ തപ്പിയാൽ മലയാള മനോരമയ്ക്ക് കിട്ടും. ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ച ഉടൻ EMS മുഖലേഖനം എഴുതി, ഒരു വലിയ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: വ്യക്തിക്ക് പ്രസക്തിയില്ല, നയത്തിനാണ് പ്രസക്തി, പാർട്ടിക്കാണ് പ്രസക്തി. ആ നയം പറഞ്ഞുകൊണ്ടാണ് ബഹുമാനശ്രീ നമ്പൂതിരിപ്പാട്, നിങ്ങൾ ആലോചിക്കുക, നൃപൻ ചക്രവർത്തിയെ വീട്ടിലിരുത്തിയത്. വ്യക്തിയേക്കാൾ പാർട്ടിയേക്കാൾ വലുതായി ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രി വളർന്നു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലെത്തിയത്. ഒരു സമ്മേളന ഹാളിലേക്ക് കടന്നു വരുമ്പോൾ EMS-ന് കിട്ടാത്ത മുദ്രാവാക്യം MV രാഘവന് കിട്ടിയ അന്നാണ് MV രാഘവൻ എന്ന് പറയുന്ന ഈ KSYF ഉണ്ടാക്കിയ നേതാവ് വീട്ടിലിരുന്നത്. അച്യുതാനന്ദനും മറ്റുള്ളവർക്കും ആർക്കും കിട്ടാത്ത ഒരു മുദ്രാവാക്യം, KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന മുദ്രാവാക്യം, അത് വ്യക്തിയാധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞുപിടിച്ച് വെട്ടി നശിപ്പിച്ച ചരിത്രവും നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞത്, കോൺഗ്രസിൽ അങ്ങനെ വിമർശനങ്ങൾ വരും, പുകഴ്ത്തൽ വരും, അത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടികളുടെയോ ഇതാണെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം, ഞങ്ങൾ വിപ്ലവ പാർട്ടിയൊന്നുമല്ല, ഞങ്ങൾ വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയാണ്, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതാണ് ഞാൻ ആദ്യ റൗണ്ടിൽ ഈ വാദം ഉന്നയിച്ചപ്പോ ഞാൻ ചോദിച്ചതും ശ്രീ ജയരാജനോട്. ഞാൻ ഷഫീറിലേക്ക് ഇനി അടുത്ത തവണ വരാം. ശ്രീ ആനന്ദ് കൂടിയുണ്ട്. ശ്രീ ആനന്ദ് കൂടി ഇപ്പോഴത്തെ ഈ എന്റെ ചോദ്യം ഇടതുപക്ഷത്തോട് ചോദിക്കണം. താങ്കൾ കേട്ടാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ജയരാജനോട് ആദ്യത്തെ റൗണ്ടിൽ താങ്കളുടെ ചോദ്യമല്ല, അല്ലാതെ തന്നെ അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് സ്വാഭാവികമായി തോന്നിയ ഒരു ചോദ്യം എന്ന നിലയ്ക്ക് ഞാൻ ആദ്യ റൗണ്ടിൽ അവതരിപ്പിച്ച. സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ മെസഞ്ചർമാർക്ക് 2 വീലർ മാത്രം കൊടുക്കവേ ഈ ചിത്രസേനൻ എങ്ങനെ ഈ ചർച്ചയുടെ രണ്ടാം ഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ പരിഗണിക്കും. ഷഫീർ, എങ്ങനെയാണ്
എങ്ങനെയാണ് ഈ പാട്ടെഴുത്തുകാരന് മെസഞ്ചർ തസ്തികയിൽ ഈ വിധത്തിലുള്ള ഒരു അധിക ചുമതല നിയമനം അദ്ദേഹത്തിന്റെ സർവീസ് കഴിഞ്ഞ ശേഷം വിരമിച്ച ശേഷം കിട്ടുന്നത് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യം, അതിനകത്ത് ഒരു അഴിമതി പ്രത്യേക പരിഗണന, അതിന്റെ വഴിയുള്ള ഒരു നന്ദി രേഖപ്പെടുത്തൽ പാട്ടിതായി മാറിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇതിനോട് അനുബന്ധമായി നിൽക്കുന്നത്. പക്ഷെ അതിനപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പുകഴ്ത്തൽ രീതി ഇപ്പോഴീ കാണുന്നത് നേതൃപൂജയുടെ പുതിയ അടയാളമാണോ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ടതായി